ഇപ്പൊ അവിയെ പോലെ തന്നെ അവന്റെ അമ്മയ്ക്കും അറിയാം അവിയുടെ ഭാഗത്തെ തെറ്റെന്താണെന്ന്. അവരെ കൊണ്ട് തന്നെ നവീച്ചെ തിരുത്താൻ നോക്കാം നമുക്ക്. അതിന് കഴിയില്ല മോളെ. അഭി പറഞ്ഞാലും ചരിച്ച പറഞ്ഞാലും നവി അത് കേൾക്കണമെന്നില്ല. ഇനിയിപ്പോ കൂടുതൽ അതിനെ നിർബന്ധിക്കുകയാണെങ്കിൽ അതിന്റെ കാരണം മോളുടെ ചേച്ചി തിരക്കും. പിന്നെ അവളോട് നമുക്ക് സത്യങ്ങൾ പറയേണ്ടി വരും. അത് കേട്ട ശേഷം സാധാരണ പെൺകുട്ടികളെ പോലെ അവളെല്ലാം ഉൾക്കൊള്ളാൻ തയ്യാറാവുകയാണെങ്കിൽ അതോടെ നമുക്ക് അഭി അടിച്ച് വെളിയിൽ കളഞ്ഞിട്ട് നവിയെയും കുഞ്ഞിനെയും പൊന്നുപോലെ നോക്കാമായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം പ്രതീക്ഷിക്കേണ്ടല്ലോ. ചേച്ചിയുടെ സ്വഭാവം എനിക്കും എന്റെ അമ്മയ്ക്കും അച്ഛനും നന്ദുനും ഒക്കെ നന്നായിട്ട് അറിയാം. ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. എല്ലാ സത്യങ്ങളും കേട്ട് ചേച്ചി ആത്മഹത്യയെ പറ്റി ചിന്തിക്കുവാണെങ്കിൽ കഷ്ടം നമുക്ക് തന്നെയല്ലേ മുത്തശ്ശ. ചേച്ചിയുടെ കുഞ്ഞിനെ നോക്കാൻ ഇവിടെ ആളുണ്ടെന്ന് ചേച്ചിക്ക് അറിയാം. അതുകൊണ്ട് ഉറപ്പായിട്ടും എല്ലാം അറിഞ്ഞ ശേഷം ചേച്ചി എന്തെങ്കിലും കടുങ്കൈ ചെയ്യും. തൽക്കാലം അത് ഒഴിവാക്കല്ല വേണ്ടത്. പ്രാർത്ഥിക്കുക ആദർശേട്ടന് ആപത്തൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്. അമ്മേ, പ്രാർത്ഥന ഫലിച്ചമ്മേ. എന്താ മോള് പറഞ്ഞ? ആദർശേട്ടൻ വിളിച്ചോ? ആ, നമ്മൾ പോലും അറിയാതെ ഇവിടെ ഒരാള് എല്ലാ കാര്യങ്ങളും ശരിയാക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. മുത്തശ്ശൻ. മോളെ ആദർശ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയോ? പുറത്തുള്ളതുകൊണ്ടല്ലേ എന്നെ വിളിച്ചത്. ആദർശേട്ടന് ഒന്നും സംഭവിച്ചിട്ടില്ല, ഒരു കുഴപ്പമില്ല. സന്തോഷത്തോടെ ഇരിക്കാൻ എന്നെ വിളിച്ചു പറഞ്ഞു. ബാക്കിയൊന്നും വിശദമായിട്ട് പറഞ്ഞിട്ടില്ല. ഇന്നിനി ഏതായാലും മനസമാധാനത്തോടെ കിടന്നുറങ്ങാം. ഇത്രയും നേരം ഞാൻ ദൈവങ്ങളെ നേരിട്ട് കണ്ടു മോളെ. അതുപോലെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അവിടെ കാര്യങ്ങൾ കുഴഞ്ഞു മറിഞ്ഞപ്പോ തന്നെ മുത്തശ്ശനത് അറിഞ്ഞമ്മേ. പിന്നെ നമ്മളോടൊന്നും പറയാതിരുന്നതാ. ശരിക്കും പറഞ്ഞ ആദർശേട്ടന്റെ അച്ഛനും ഇളയച്ചനും ഒക്കെ അറിയുന്നതിന് മുന്നേ തന്നെ മുത്തശ്ശനെല്ലാം അറിഞ്ഞതാ. അച്ഛനെ ഇവിടെ ഉള്ളതുപോലെ തന്നെ സ്വാധീനം അവിടെ ഉണ്ട് മോളെ. അതുകൊണ്ട് ഒന്നും സംഭവിക്കില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. പക്ഷെ ഒരു കാര്യം, നമ്മളെ സ്നേഹിക്കുന്നവര് മാത്രം തൽക്കാലം ഇത് അറിഞ്ഞാൽ മതി. ജലജ അവന്റെ മോന്റെ കാര്യങ്ങൾ അറിഞ്ഞ ശേഷം ഒടിക്കുന്നു ഒതുങ്ങിയിട്ടുണ്ട്. എങ്കിലും ആദർശ് ജയിലിൽ കിടക്കുന്നതിന്റെ സന്തോഷം അവളുടെ മനസ്സിൽ എന്തായാലും ഉണ്ടാവും. അതവള് പുറമെ കാണിക്കാതിരിക്കുക. അതുപോലെ തന്നെ മോളുടെ ചേച്ചി അഭിയൊക്കെ ആദർശിന്റെ ജയിൽവാസം നമ്മൾ അറിയാതെ ആഘോഷിക്കുന്നുണ്ടാവും. അഭിയെ ജയിലിൽ കിടത്തിയതിന് ദൈവം തിരിച്ചടി കൊടുത്തു നവി എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരൊക്കെ നല്ലതുപോലെ സന്തോഷിക്കട്ടെ, അവരൊക്കെ നന്നായി ചിരിക്കട്ടെ. ഞാൻ പറയുന്നതേ മോളെ, ആദർശ് തിരിച്ചു വന്നാലും 1-2 ദിവസം അവനെ ഒന്ന് മറച്ചു നിർത്തണമെന്നാ. നമുക്ക് ആൾക്കാരുടെ സ്വഭാവം മനസ്സിലാക്കാൻ അത് നല്ലതാ. അതെന്ത് വേണമെങ്കിലും ചെയ്യാമേ. ആദർശേട്ടൻ വിളിച്ചല്ലോ, ഇനിയിപ്പോ എന്ത് നാടകം കളിക്കാനും ഞാൻ ഒരുക്കുക. കഴിഞ്ഞ കുറെ മണിക്കൂറുകള് തിന്നാ ഞാൻ കഴിഞ്ഞത്. ആദർശേട്ടൻ ആദ്യം വിളിച്ചില്ല, പിന്നീട് ജയിലിലാണെന്ന് പറഞ്ഞു. അതിനിടയ്ക്കാ നന്ദുവിന് ആക്സിഡന്റ് ഉണ്ടായത്. മൊത്തത്തില് തല വെട്ടിപ്പൊളിക്കുന്ന അവസ്ഥയായിരുന്നു എനിക്ക്. അതീന്നാ ഇപ്പൊ എന്തായാലും മോചനം കിട്ടിയത്. നീ ഇവിടെ നിന്നിട്ട് പെട്ടെന്ന് എങ്ങോട്ടാ മുങ്ങിയത്? ഞാനൊരു കോള് വന്നിട്ട് പുറത്തോട്ട് പോയാമേ. എന്റെ അമ്മ, ഞാൻ ഇന്നലെ അനാമയുടെ വീട്ടിൽ പോയിരുന്നു. അവിടുന്ന് ഞാനൊരു കേക്കൊക്കെ മുറിച്ചിട്ടാ വന്നത്. ആഹാ, നമുക്ക് ഇന്നിവിടെ ഒരു കേക്ക് മുറിക്കണ്ടേ? അല്ല, ഇവിടെ കേക്ക് മുറിക്കാൻ പറ്റുമോ? ഇനി അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ചെയ്ത തെറ്റ് നവ്യെ അറിയിക്കും അമ്മായി. അത് ശരിയാ. എന്തായാലും ഈ വീട്ടിലുള്ളവരൊക്കെ ഇപ്പൊ ജഡം കണക്കാ നടക്കുന്നത്. ചത്ത മാതിരി. നമുക്ക് മാത്രം എന്തും തിരിച്ചടി കിട്ടിയ പോരല്ലോ അമ്മേ. ഇപ്പൊ ജയിലിൽ കിടക്കുന്നവൻ അവന്റെ എല്ലാ സ്ഥാപനത്തിൽ നിന്നും എന്നെ ഒഴിവാക്കിയില്ലേ? അവന്റെ അനിയനെ കൊണ്ട് ഇപ്പൊ എന്റെ ഉള്ള ജോലിയും കൂടി കളയിച്ചില്ലേ? അതിനവൻ കുറച്ചു കാലം അകത്ത് കിടക്കണമേ. നിന്നെ തരം താഴ്ത്തിയ ശേഷേ അവനൊരു തിരിച്ചടി കിട്ടാൻ വേണ്ടി ഞാൻ നേർച്ചയും വഴിപാടുമായിട്ട് നടക്കുമായിരുന്നു. എന്തായാലും ഇപ്പോഴെങ്കിലും ദൈവം എന്നെ വിളി കേട്ടു. അനാമികയുടെ അച്ഛനും അമ്മയൊക്കെ ഇപ്പൊ വലിയ സന്തോഷത്തില. എന്ന് വെച്ചാലേ അത്രത്തോളമാണ് അവര് നിരാശരായിട്ട് നടക്കുന്നത്. അനാമികമായിട്ടുള്ള ബന്ധം പിരിയുമ്പോ പോലും നഷ്ടപരിഹാരം എന്തെങ്കിലും കിട്ടുമെന്ന് ഉറപ്പില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവർക്ക് ഈ വാർത്ത ചെറിയൊരു വാർത്തയല്ല. സങ്കടം നടിച്ചു വന്നാ മതി. എന്തായി അമ്മായി? ആദർശത്തിനെ കുറിച്ച് പിന്നെ എന്തെങ്കിലും വീട് അറിഞ്ഞായിരുന്നോ? ഒരു വിവരം അറിയില്ല. പെട്ടെന്ന് ജയിലിൽ നിന്ന് പുറത്തു കിടക്കാൻ പറ്റുമെന്നും അറിയില്ല. അച്ഛന് ഗൾഫിലൊക്കെ വലിയ സ്വാധീനമാണല്ലോ. എന്നിട്ടും എന്താ ഒന്നും നടക്കാത്തത്? ഇവിടുത്തെ നിയമം അല്ലല്ലോ അവിടെ. അവിടെ എത്ര ഉന്നതൻ തെറ്റ് ചെയ്താലും കോടതി ക്ഷമിക്കില്ല. അത് ശരിയാമ്മ. അവിടെയൊക്കെ പോയി പെട്ടുകഴിഞ്ഞാലേ പിന്നെ രക്ഷപ്പെടാൻ വലിയ പാടാ. എന്തായാലും നിങ്ങൾക്ക് രണ്ടുപേർക്ക് സന്തോഷമായില്ലേ? ഇപ്പം 10-15 ദിവസം ജയിലിൽ കിടന്നതല്ലേ? ഇപ്പോ ആദർശം അതിനേക്കാൾ കൂടുതൽ കിടക്കൊന്നും വ്യക്തമായി. അതും നാട്ടിലെ ജയിലിലല്ല, ഗൾഫിലെ ജയിലിൽ. ആ സന്തോഷം രണ്ടാളും അടക്കി പിടിച്ച് നടക്കുന്നത് പുറമെ കാണിക്കാൻ ഒരു മാർഗം ഇല്ലാത്തോണ്ട്. എന്റെ നയനമോളെ, ഇവൻ ചെയ്ത തെറ്റിന്റെ വലുപ്പം എന്താണെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് ആദർശനോട് എനിക്കിപ്പോ നിങ്ങളെയൊക്കെ പോലെ സ്നേഹം തന്നെയാ. എന്ന് വെച്ചാൽ ഇവന് വേണ്ടി ത്യാഗം ചെയ്ത പയ്യനാണ് ആദർശ്. സത്യം പറഞ്ഞ ഇവൻ ഇനി വീട്ടിൽ നിൽക്കുന്നത് പോലും ആദർശന്റെ കൃപ കൊണ്ടല്ലേ. അത് അറിയാവുന്ന എനിക്ക് ഒരിക്കലും ആദർശവും ജയിലിൽ കിടക്കണമെന്ന് ആഗ്രഹിക്കാൻ പറ്റില്ല. നിങ്ങൾ രണ്ടിനെയും കണ്ടു കഴിഞ്ഞാലേ ഞങ്ങൾക്ക് ശ്വാസം മുട്ടും. അതുകൊണ്ട് നീയൊക്കെ ഒന്ന് പോവാൻ നോക്ക്. എന്നാ വാ മോളെ, രണ്ടുപേരും പരസ്പരം നോക്കിയിരുന്ന് കരയത്തേ ഉള്ളൂ. ഈ അഭിനയം ഉണ്ടല്ലോ, ഇത് കുറച്ചുകൂടി മുന്നോട്ട് കൊണ്ടുപോകണം മോളെ. അവര് സന്തോഷിക്കട്ടെ. മോളെ എന്നെയൊക്കെ വെറുക്കുന്നവര് ഇഷ്ടം പോലെ സന്തോഷിക്കട്ടെ. എന്നാലും മുത്തശ്ശന്റെ കാര്യം ഞാൻ ആലോചിക്കായിരുന്നു. ആദർശേട്ടൻ ജയിലിലായ കാര്യം ആദ്യം അറിഞ്ഞത് മുത്തശ്ശനാ. എന്നിട്ട് അത് അറിയാത്തതുപോലെ നടക്കുമായിരുന്നു. മോളെ, മുത്തശ്ശനെ അവൻ ജയിലിൽ കിടക്കുന്നത് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ അവനെ രക്ഷിക്കാൻ നിസ്സാരമായി കഴിയുന്ന അച്ഛന് നന്നായി അറിയാം. അല്ലെങ്കിൽ എത്ര ആവശ്യതയുണ്ടെന്ന് പറഞ്ഞാലും അടുത്ത ഫ്ലൈറ്റിൽ അച്ഛൻ ദുബായിലെത്തിയനെ. നീ എവിടെ ഇങ്ങനെ കറങ്ങി നടക്കുന്നത്? ഇവിടെ എല്ലാരും ആദർശ ജയിലായതിന്റെ സങ്കടത്തില. അമ്മയാണെങ്കിൽ ജോലിയെടുത്ത് മടുത്ത് നടക്കുക. അപ്പൊ പിന്നെ അമ്മയും കൂടെ കൂടെ കൊണ്ടുപോയി പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് വരാം. ക്രിസ്മസ് ന്യൂ ഇയർ ഒന്നും നമുക്ക് അത്ര വലുതായിട്ട് ആഘോഷിക്കാൻ പറ്റിയില്ലല്ലോ. അതിന് പകരം ഇനിയുള്ള ദിവസം നമുക്ക് ആഘോഷമായിട്ട് പോണം. ഇവക്ക് നല്ല പൈസ കിട്ടി തുടങ്ങി. ഇവള് മോഡലായതിനു ശേഷം ഒരുപാട് കോള് വരുന്നുണ്ട്. നല്ല പൈസ തന്നാലേ പോകത്തുള്ളൂ എന്നുള്ള നിലപാടില്ല ഞാൻ. നവ്യ, ഇനി നീ ഏൻ ജ്യോതിയുടെ മോഡലായ മാത്രം മതി. അത് തന്നെ നിനക്ക് നല്ല വരുമാനം ഉണ്ടാക്കി തരും. മോളെ,
മൂർത്തീസ് ജ്വല്ലറിയുടെ എതിരാളികളല്ലേ ഇവര്? മൂർത്തീസ് ജ്വല്ലറി മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പലാ. അതിനെ മൊത്തത്തിൽ മുക്കാൻ നമുക്ക് സഹകരിക്കാൻ മോളെ. ഞങ്ങൾക്ക് നിന്നെ പോലെ പരസ്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ രഹസ്യമായിട്ട് നിന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. പരസ്യമായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്താൽ എന്താ കുഴപ്പം? ഇവനെ കമ്പനിയിൽ ഒരു സ്റ്റാഫ് പോലും ആക്കാതെ ഇവന് താഴെയുള്ളവൻ അവിടെ നിന്ന് പുറത്താക്കിയതല്ലേ? അതുപോലെ തന്നെ ഇവൻ ജയിലിലും കിടന്നതല്ലേ? അപ്പൊ എന്നേക്കാ കൂടുതൽ വാശി ഇവനും അമ്മയ്ക്കും ഇവിടെ ഉള്ളവരോട് വേണ്ടേ? ആദർശ ജയിലിലാണെന്ന് ഇവിടെ എല്ലാവരും അറിഞ്ഞതോടെ എല്ലാം നഷ്ടപ്പെട്ടതുപോലെയാണ് നമ്മൾ തള്ളിക്കളഞ്ഞ എല്ലാവരുടെയും നടപ്പ്. ആ ദേഷ്യം ചിലപ്പോ എന്നെ അമ്മയൊക്കെ ഇവിടെ നിന്ന് പുറത്താക്കിക്കൊണ്ടായിരിക്കും തീർക്കുന്നത്. വെറുതെ എന്തിനാ മുറിവിൽ കുത്തി നോവിക്കുന്നത്? കാര്യങ്ങൾ ഇങ്ങനെ അങ്ങ് പോട്ടെ. മൂർത്തീസ് ജ്വല്ലറി 1ാം സ്ഥാനത്ത് നിന്ന് 2ാം സ്ഥാനത്തേക്ക് മൂക്കുകുത്തും. അങ്ങനെ താഴോട്ട് പോവുകയും ചെയ്യും. ആ സമയത്ത് AN ജ്വല്ലറിയുടെ പരസ്യ മോഡലായി നീ വെട്ടിത്തിളങ്ങും. കൂടെ ഞാനും അവിടുത്തെ ഒരു സ്റ്റാഫായിട്ട് രംഗപ്രവേശം ചെയ്യുകയും ചെയ്യും. എന്നെ എന്നും മൂന്നാമനായി കണ്ട, പുറമ്പോക്കായിട്ട് കണ്ട അനന്തമൂർത്തി എന്ന മുത്തശ്ശന് ഞാൻ കൊടുക്കുന്ന സമ്മാനമാണത്. അമ്മ പോയി റെഡി ആയിട്ട് വാ. ഇവള് പറഞ്ഞ പോലെ നമുക്കൊന്ന് പുറത്തു പോയിട്ട് വരാം. ഞാൻ ദേ വരുന്നു. പക്ഷെ ഇവിടെ ഒരുത്തി പോണ്ടാന്ന് പറഞ്ഞ പെട്ടത് തന്നെ. ഇന്ന് അങ്ങനെ പറഞ്ഞാലും അമ്മ വരണം. എന്നാ ശരി, ഞാൻ നോക്കട്ടെ മോളെ. അച്ഛ, രണ്ടാൾക്കും ഒരു സന്തോഷ വാർത്തയുണ്ട്. നൈനേച്ചി ഇപ്പൊ വിളിച്ചിരുന്നു. ആദർശേട്ടൻ ജയിലിലല്ല. മോളെ, എന്താ സംഭവിച്ചതെന്നൊന്നും ചേച്ചി പറഞ്ഞില്ല. പിന്നെ ഈ സന്തോഷം മറ്റാരെയും അറിയിക്കണ്ടെന്ന് ചേച്ചി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറയാൻ കാര്യമുണ്ട് മോളെ. അവിടെ ജലജയും അവളുടെ മോനും ഒക്കെ ആദർശമോൻ ജയിലിലായെന്ന് അറിഞ്ഞ ശേഷം വലിയ സന്തോഷത്തിലായിരുന്നല്ലോ. പിന്നെ നവ്യയെ ഞാൻ ഇടയ്ക്ക് വിളിച്ചപ്പോഴും അവളോട് ചെയ്ത ചതിക്കാണ് നയനയ്ക്കും നന്ദുട്ടിനൊക്കെ ഈ തിരിച്ചടി കിട്ടിയതെന്നാ അവള് പറയുന്നത്. ഞാനിങ്ങനെ കിടന്നിട്ടും നവേച്ചി ഇങ്ങോട്ട് വന്നില്ലല്ലോ. എനിക്കതിൽ പരാതിയൊന്നുമില്ല. പക്ഷെ സത്യങ്ങൾ അറിയാതെ അഭിയെ അവന്റെ അമ്മയും ചേച്ചി ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന കാണുമ്പോഴാ സങ്കടം. ഏതായാലും മോളെ, നമ്മുടെ പ്രാർത്ഥന ദൈവങ്ങൾ കേട്ടല്ലോ. ഒരിക്കലും ജയിലിൽ കിടക്കേണ്ടവനല്ല നമ്മുടെ ആദർശമോൻ. സത്യം പറഞ്ഞ ഈ വാർത്ത അറിയുന്നവരെ ജീവൻ പോയ പോലെ നടക്കുകയായിരുന്നു. ഇപ്പോഴാ ശ്വാസം നേരെയത്. അനിയുടെ മുത്തശ്ശന്റെ സ്വാധീന ആദർശേട്ടനെ രക്ഷിച്ചതെന്നാ ചേച്ചി പറഞ്ഞത്. അത് പിന്നെ കൊച്ചുമോൻ ജയിലിലാണെന്ന് അറിഞ്ഞാൽ സാറ് പിന്നെ വെറുതെ ഇരിക്കുവോ? അനന്തമൂർത്തി എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും കരുതുന്ന പോലെ നിസ്സാരക്കാരനല്ലല്ലോ. ഇവിടെ മാത്രമല്ല, അദ്ദേഹത്തിന് ഗൾഫിലും നല്ല പിടിയുണ്ട്. പാവം, നയനമോൾക്ക് വയറ്റിലൊരു കുഞ്ഞുള്ളതുകൊണ്ട് ഈ സമയത്ത് ഇതുപോലുള്ള വാർത്തകളൊന്നും അവള് കേൾക്കാൻ പാടില്ലാത്തതായിരുന്നു. ഇപ്പൊ എന്തായാലും എന്റെ മോൾക്ക് സന്തോഷമായിട്ടുണ്ടാവും. ഇതറിയുന്നവരെ എന്തുമാത്രം മോള് വിഷമിച്ച് കാണും. തീ നിന്നായിരിക്കും എന്റെ മോൾ ഓരോ നിമിഷവും തള്ളി നീക്കിയത്. അതുകൊണ്ട് വിളിച്ചപ്പോ വലിയ സന്തോഷത്തിലായിരുന്നു. സത്യം പറഞ്ഞ ചേച്ചിയുടെ കോള് വന്നപ്പോ എന്റെ നെഞ്ചൊന്ന് പറഞ്ഞതാ. ഇനി പറയാൻ പോകുന്നത് എന്താണെന്ന് അറിയില്ലല്ലോ. അത് മാത്രമല്ല, ഇത് അറിഞ്ഞതിന് ശേഷം നമ്മൾ ആരും അങ്ങോട്ട് വിളിച്ചതുമില്ലല്ലോ. ഇനിയിപ്പോ അതേപറ്റി പറയാനാണെന്നാ ഞാൻ കരുതിയത്. എല്ലാം നമ്മൾ ചിന്തിച്ച പോലെ വന്നല്ലോ മോളെ. അതിന് ഈശ്വരനോട് നന്ദി പറയണം. അവിടെ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ എത്രയും പെട്ടെന്ന് പുറപ്പെടാൻ നോക്കാം ആദർശേട്ടാ. ഇനി കുഴപ്പങ്ങളൊന്നുമില്ല. ഇവിടെ എല്ലാം സോൾവ് ചെയ്ത് കഴിഞ്ഞു. മുത്തച്ഛന്റെ സ്വാധീനം എത്ര ഉണ്ടെന്ന് എനിക്ക് നേരിട്ട് ബോധ്യപ്പെട്ട ദിവസങ്ങളാ കടന്നുപോയത്. ജയിലിൽ പോയിരുന്നെങ്കിൽ എന്ന് പുറത്തു വരുന്ന പോലും പറയാൻ പറ്റില്ലായിരുന്നു. ഞങ്ങൾ എല്ലാവരും ആ പേടിയിലായിരുന്നു. എന്റെ അടുത്ത് അമ്മയുണ്ട്, ഞാൻ കൊടുക്കാം. ദാ. ഹലോ മോനെ, മറ്റു കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ലെന്നേ, ഞാൻ ഉടനെ ഇവിടുന്ന് തിരിക്കും. ഇനി മോൻ ഇതുപോലെ ഒറ്റയ്ക്കൊന്നും പോകരുത് കേട്ടോ. എന്റെ കാര്യം വിട്ടേക്ക് മോനെ. മോളാണെങ്കിൽ ശരിക്കും തീ തിന്നുമായിരുന്നു. അതിന്റെ ഇടയ്ക്ക് ആരും നീ ജയിലിലാണെന്ന് വിളിച്ച് പറയുകയും ചെയ്തു. അതാരാണെന്ന് ഞാനും ആലോചിക്കുന്നത്. എന്തായാലും എന്നെ മാനസികമായിട്ട് തകർക്കാനാ നോക്കിയത്. അങ്ങനെ തകർന്നു കഴിഞ്ഞാൽ ഇവിടത്തെ പോലെ തന്നെ നാട്ടിലെയും ബിസിനസ് തകരുമെന്ന് എതിരാളികൾക്ക് അറിയാം. അതാ അവരെ ലക്ഷ്യം വെച്ചത്. ഞാൻ പിന്നെ വിളിക്കാവേ. ആമേ. എങ്ങോട്ടാ എല്ലാരും കൂടെ? അതെ, ഇവർക്ക് പുറത്തോട്ടൊന്ന് പോണോന്ന് പറഞ്ഞു. എന്തൊക്കെ പർച്ചേസ് ഉണ്ടെന്ന്. പർച്ചേസിന് വേണ്ടി മാത്രമല്ല, ഞങ്ങളൊന്ന് കറങ്ങാനും കൂടി വേണ്ടിയാ പോകുന്നത്. അല്ലടാ, ഇതിനകത്തിരുന്നിട്ടേ ശരിയാവുന്നില്ല. അല്ല, നീയും പോവാണോ ജലജെ? അത് പിന്നെ മോള് നിർബന്ധിച്ച് വിളിക്കുമ്പോ നിന്റെ ജോലിയൊക്കെ കഴിഞ്ഞായിരുന്നോ? എല്ലാം തീർത്തു വെച്ചിരിക്കേട്ടതേ. അല്ല, ഇനി തീർന്നില്ലെങ്കിൽ ഇവിടെ മറ്റാൾക്കാരുണ്ടല്ലോ പണിയൊക്കെ ചെയ്യാനായിട്ട്. അങ്ങനെ ചെയ്താ പോരാ. ഇവള് ചെയ്യേണ്ടത് ഇവള് തന്നെ ചെയ്യണം. എന്നാ പിന്നെ ഞാൻ വരുന്നില്ല മോളെ. പൊയ്ക്കോ. പക്ഷേ നീ പെട്ടെന്ന് വരണം. ആ, വന്നോളെ ഏട്ടത്തി. അമ്മയ്ക്ക് എന്ത് പറ്റിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. രണ്ടടുപ്പ് എരിഞ്ഞോണ്ടിരുന്ന വീടായിരുന്നു ഇത്. അതിപ്പോ ഒന്നായെന്ന് മാത്രമല്ല, എല്ലാവർക്കും അമ്മ തന്നെ വെച്ചുടമ്പി കൊടുക്കുന്നുണ്ട്. അതിന് അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. പിന്നെ നീ എന്താണ് സംസാരിക്കുന്നത്? ഇനിയിപ്പോ കുഴപ്പമുണ്ടായാലും ഇവള് ചെയ്യേണ്ടതെല്ലാം ഇവള് തന്നെ ചെയ്തേ പറ്റൂ. ജോലിക്കാരോടും പറഞ്ഞിട്ടുണ്ട് ഇനി എന്ന് വരണ്ടെന്ന്. ഇവള് തന്നെ എല്ലാം ചെയ്യട്ടെ. ശരി, ഞങ്ങൾ പോയിട്ട് വരാം അമ്മായി. അല്ല, ജയിലിൽ കിടക്കുന്ന ആളെ പറ്റി എന്തെങ്കിലും വിവരമുണ്ടോടി? ഇതുവരെ ഇല്ല. അഭി ജയിലിൽ കിടക്കുമ്പോഴേ നീ ആദർശേട്ടനൊപ്പം പുറത്ത് ഒരുപാട് ചുറ്റി കറങ്ങിയതല്ലേ? അതുകൊണ്ട് എനിക്കിവിടെ വലിയ കുറ്റബോധം ഉണ്ടാവേണ്ട കാര്യമൊന്നുമില്ല. അതിലെനിക്ക് വിഷമമൊന്നും ഇല്ല ചേച്ചി. ചേച്ചി എവിടെയെന്ന് വെച്ചാൽ പോയിട്ട് വാ. ഞാൻ പറഞ്ഞത് നിനക്ക് ഓർമ്മയുണ്ടല്ലോ. പെട്ടെന്ന് വന്നേക്കണം. ഞാൻ പെട്ടെന്ന് വന്നോളാം. വാ, പോ. അമ്മേ, നിങ്ങൾക്ക് എന്തിനാ അവരെ ഇങ്ങനെ പേടിക്കുന്നത്? പോട്ടെ മോളെ. ചില നേരത്ത് നമ്മൾ എല്ലാവർക്കും കീഴടങ്ങി കൊടുക്കുന്നത് നല്ലതാ. അതിന്റെ ആവശ്യം എന്താന്ന് ഞാൻ ചോദിക്കുന്നത്. ഇനിയിപ്പോ അതേപ്പറ്റി ചർച്ച ചെയ്താൽ നല്ലൊരു യാത്രയുടെ സുഖം കളയണ്ട. വാ. എന്റെ മോൻ ജയിലിൽ കിടക്കുമല്ലേ, അത് ആഘോഷിക്കാൻ പോവായിരിക്കും. അതിന് തന്നെയാ പോകുന്നത്. അവർക്കൊപ്പം കഥകൾ അറിയാതെ ചേച്ചി നിൽക്കുന്നതാ എന്റെ സങ്കടം. ഇവിടെ സന്തോഷിക്കട്ടെ മോളെ. അവളുടെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാലോ. അവളെ ഓർത്ത് എനിക്ക് സഹതാപം മാത്രമേ ഉള്ളൂ. എനിക്ക് ചേച്ചിയെ കുറിച്ച് ഓർക്കുമ്പോ പേടിയാ തോന്നുന്നേ. സത്യങ്ങളൊക്കെ അറിയുമ്പോ എന്തായിരിക്കും അവസ്ഥയെന്ന് പറയാൻ പറ്റില്ല. അവൾ അഭിയെ കൊല്ലട്ടെ, കൊന്നാലും ഒരു കുഴപ്പമില്ല. നവീനുണ്ടല്ലോ, അവനെ കൊണ്ട് കേസിൽ നിന്ന് നവിയെ നമുക്ക് രക്ഷിക്കാം. ആദർശേട്ടനെ കുരുക്കിയതിന് പിന്നിലും അഭിയുടെ കൈ ഉണ്ടായിരിക്കും അമ്മേ. അവന്റെ അച്ഛനും മുത്തച്ഛനും ഒക്കെ അതേ സംശയം തന്നെ. ഇവിടെ ഇപ്പൊ തുടങ്ങിയ AN ജ്വല്ലറിയാ ഗൾഫിൽ നമ്മുടെ പ്രധാന എതിരാളി. ആ AN ജ്വല്ലറിയുടെ പരസ്യത്തിനാ നവ്യ പോയതും. അതിന് പിന്നിലൊക്കെ അഭിയുടെ ബുദ്ധിയാണെന്ന് പറയാൻ പറ്റത്തില്ല. അനി ചാർജ് എടുത്തപ്പോ തന്നെ അഭിയെ ഒഴിവാക്കി. ആ വൈരാഗ്യം അവന്റെ ഉള്ളിൽ കിടന്ന് തിളയ്ക്കോ. തിളച്ചോട്ടെ, പക്ഷേ അതെല്ലാം അവന് തന്നെ തിരിച്ചടിയാവത്തേ ഉള്ളൂ. അവളുടെ സംസാരത്തിനൊക്കെ ഞാൻ മറുപടി പറയണോടി. ഒന്നും വേണ്ട ഏട്ടത്തി. ഞങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തോളാം. അവൾക്കൊന്നും അറിയാത്തിടത്തോളം കാലം ഇങ്ങനെയൊക്കെ സംസാരിക്കും. സംസാരിക്കുവാണെങ്കിൽ അവളുടെ നാവിന് നീയും ഇവനും കൂടി കടിഞ്ഞാണ്ടിടണം.